ജംബോപദാനി പക്വാനി പരതലി മലയിലേക്ക് അഭികമ്പിത ശാഖാഗ്രഹി കുടുവു കുടുവു മാന്ത്രികരിൽ മഹാമാന്ത്രികൻ കൂടുവിട്ട് കൂടുമാറ്റം പരകായ പ്രവേശം ചാത്തൻ സേവ തുടങ്ങിയവയിൽ അഗ്രഗണ്യർ. പ്രേതഭൂതാദികൾക്ക് അന്നും ഇന്നും എന്നും പേടി സ്വപ്നം. ഒരേ സമയം പലയിടങ്ങളിൽ വെച്ച് പല ആളുകളും കണ്ടിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം കുമ്പിടിയെക്കുറിച്ചാണ്. ആ കുമ്പിടിയെക്കുറിച്ചല്ല, വിഷ്ണു കുമ്പിടി. നമുക്ക് പരിചയപ്പെടാം. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എന്താ കേശവ? ജംബാഫലാനി പക്വാനി പതന്തി വിമലേജലേ കവി കമ്പിത ശാഖാഗ്ര കുളുകു കുളുകു കുളു. കഴിഞ്ഞു. നിങ്ങൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ വിഷ്ണു കുമ്പിടി എന്ന് പറയുന്ന ഈ പേര് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. കാരണം ഒരു പരിധി വരെയുള്ള ആളുകൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് കമൻസ് വായിക്കുന്ന ആളുകളാണ്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഇബാദുക്ക് ആയാലും ശരി, സഞ്ജു ടെക്ക് ആയാലും ശരി, പിന്നെ അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കലായിട്ടുള്ള പല വീഡിയോസും, അതായത് ഓരോ ഒബ്ജക്ട്സുകൾ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരുടെ വീഡിയോ ഒരാളിരുന്ന് റിവ്യൂ ചെയ്തുള്ള അവസ്ഥ എന്താ? അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിവ്യൂ മുഴുവൻ നോക്കും. അതായത് കമൻസ് എടുത്ത് നോക്കും, നല്ലതാണോ ചീത്തയാണോ. കമൻസ് നല്ലതാണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണും, കമൻറ്റ് മോശമാണെങ്കിലോ. സോ അവിടെ നമുക്ക് വിശ്വസിച്ച് വായിക്കാൻ പറ്റിയൊരു കമൻറ്റാണ് വിഷ്ണു കുമ്പിടി. കാരണം 15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ നമ്മൾ കാണണമെങ്കിൽ ജസ്റ്റ് ഒറ്റ മിനിറ്റിലുള്ള സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു കുമ്പിടിയുടെ കമൻറ്റ് ഉണ്ടാവും. ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം ഡെപ്ത് ഉണ്ട് ആ വീഡിയോയ്ക്ക്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. കാരണം വിഷ്ണു കുമ്പിടി മോശമായിട്ടൊരു കമൻറ്റ് ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഇതുപോലൊരു വ്യക്തിയെക്കുറിച്ചൊരു വീഡിയോ? കാരണം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നില്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചൊരു വീഡിയോ? അതിന് എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരമുണ്ട്. അതിനു മുമ്പേ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ റിയൽ വേൾഡിൽ ജീവിക്കുന്നതിനൊരു കാരണമുണ്ട്. എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. ചില ആൾക്കാർ പറയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ചില ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാൻ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലെല്ലാം പെടും, അല്ലേ? ഇപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുക, നെക്സ്റ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ ആയിരിക്കും നമ്മുടെ സ്വപ്നം. അപ്പോൾ ഈ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യലാണ് ശരിക്കും റിയൽ വേൾഡിൽ നമ്മളൊക്കെ ജീവിക്കാനുള്ളൊരു കാരണം. പക്ഷേ ഈ റിയൽ വേൾഡിന് പാരലായിട്ട് വേറൊരു വേൾഡ് ഉണ്ട്, വെർച്വൽ വേൾഡ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു വെർച്വൽ വേൾഡാണ്. അവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അവതാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഫെയിം, പ്രശസ്തി, ലൈക്ക്, ഷെയർ എന്നൊക്കെ നമ്മൾ പറയുന്ന സെയിം സാധനം തന്നെ. അതിനൊരൊറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫെയിം. എനിക്ക് ഫേമസ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യും. ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഓരോ മിനിറ്റിലും ഫ്രിഡ്ജ് തുറന്ന് നോക്കണമാതിരി. ഫ്രിഡ്ജ് തുറന്ന് നോക്കണമായിരുന്നു, ഫ്രിഡ്ജിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെയാണ് ഫേസ്ബുക്ക്. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എത്തും എത്ര ലൈക്കായി, എത്ര ഷെയറായി, ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു ടെൻഷനാണ്. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മെരു ഓടണമാതിരി ഓടുകയാണ്. എന്താണ് മെരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ജീവിയുണ്ട് അവിടെ ഉള്ളത്. അത് നിങ്ങൾ വേറെ എന്തെങ്കിലും പേരിലേക്കും പറയുന്നുണ്ടാവുക. സോ ഇതിങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും. അതാണ് അത് ഇരിക്കുകയില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടെൻഷനാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. വെർച്വൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്നത് ഫെയിം ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പക്ഷേ ഒരു പണിയും ചെയ്യാതെ ഒരാളിങ്ങനെ ഫെയിം ആയാലോ? അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു പണിയും ചെയ്യാതെ എന്ന് ഞാൻ പറയുന്നത് തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരുപാട് ഇഷ്ടമാണ് ഈ പറയുന്ന വിഷ്ണു കുമ്പിടിയെ ചുറ്റുമുള്ള ആളുകൾക്ക്. അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളെ ഒരുപാട് ഇഷ്ടമാണ്.
കാരണം അദ്ദേഹം ഒരു വീഡിയോ പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ചാനലിന് ഞാൻ പറയില്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഭാവിയിൽ ചിലപ്പോൾ അതൊരു ചാനലായിരിക്കാം, ഞാൻ അതിന് വേണ്ടിയിട്ട് ആശംസിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന 3000-ലധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ കഷ്ടപ്പെടുകയാണ് ഒരു സബ്സ്ക്രൈബർ കിട്ടാൻ, വീഡിയോ ഇട്ട് തകർക്കുകയാണ്. പക്ഷേ സിമ്പിളായിട്ട് 4-5 വാക്കുകൾ ഓരോ വീഡിയോൻ്റെയും താഴത്ത് കമൻ്റ് ഇടുന്നതിലൂടെ 3000-ലധികം സബ്സ്ക്രൈബേഴ്സിനെ നേടിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിഷ്ണു കുമ്പിടി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടൻ്റായിട്ട് സെലക്ട് ചെയ്തതെന്നുള്ളത്? അത് മാത്രമല്ല കാരണം എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വീഡിയോസിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷ്ണു കുമ്പിടിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വളരെ ചുരുക്കം ആൾക്കാരാണ് ചോദിച്ചത്. പക്ഷേ ആ ചോദിച്ച ആൾക്കാർ ഒന്നിലധികം പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയും ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു, നേരിട്ട് തന്നെ കളക്ട് ചെയ്തു. നേരിട്ട് ആളോട് സംസാരിച്ചിട്ട് ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു കുമ്പിടി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാം നമുക്ക്. ജസ്റ്റിൻ വൈ ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈലുണ്ട് യൂട്യൂബിൽ. മിക്ക ഇംഗ്ലീഷ് ചാനലുകളുടെയും വീഡിയോസിൻ്റെ താഴത്ത് കമൻ്റ് ഇടലാണ് കക്ഷിയുടെ മെയിൻ പരിപാടി. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസാണ് ആളുടെ സബ്സ്ക്രൈബേഴ്സ്. ഒരു വീഡിയോ പോലും സ്വന്തമായിട്ട് ആൾക്കില്ല. ആൾ ഷെയർ ചെയ്യും, കമൻറ്റ് ടാബിൽ ഷെയർ ചെയ്യും, മറ്റുള്ള വീഡിയോസിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യും. ഇപ്പോഴും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ജസ്റ്റിൻ വൈ ഡോട്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ജസ്റ്റിൻ വൈ ഡോട്ട്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മുടെ സ്വന്തം ജസ്റ്റിൻ വൈ ആണ് വിഷ്ണു കുമ്പിടി അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും ആളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. നേരിട്ട് കണ്ടിട്ടില്ല, ഈ കമൻസ് മാത്രമേ കാണുന്നുള്ളൂ. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യണം. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെയൊക്കെ പ്രായക്കാരൻ തന്നെയാണ്, ഒരു 10-30 വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള ആളാണ് നമ്മുടെ വിഷ്ണു കുമ്പിടി. ഇപ്പോൾ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു CCTV കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആളിരുന്നിട്ട് ഈ നമ്മൾ ഗോൾഫ് ഗ്രൗണ്ടിലേക്ക് വണ്ടികൾ കയറുന്നില്ലേ, ആളുകൾ അതിക്രമിച്ച് കിടക്കുന്നില്ല എന്നൊക്കെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്ന ആളാണ് നമ്മുടെ വിഷ്ണു കുമ്പിടി. ഈ ജോലി സമയത്ത് അദ്ദേഹം ഇരുന്ന് വീഡിയോ കാണലല്ല അദ്ദേഹത്തിൻ്റെ പണി. കാരണം അത്രയും ശ്രദ്ധ വേണ്ടിയിട്ടുള്ളൊരു ജോബാണ് ശരിക്കും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ കടന്നു കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മച്ചാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആൾ ഭയങ്കര ശ്രദ്ധിച്ച് അതിലേക്ക് ഇരിക്കുമെങ്കിലും പിന്നീട്, അതായത് നമ്മളുടെ ഈ ഒരു ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ മച്ചാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. സുഹൃത്തെ, ഞാൻ പറയുകയാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ കാണാതിരിക്കുക. അദ്ദേഹം ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ കാണുന്നത് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാത്തത്. പിന്നെ വിഷ്ണു കുമ്പിടിയെ പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അവർക്ക് അറിയാനായിട്ടുള്ള ചോദ്യങ്ങൾ. അതിൽ നിന്നും ഞാൻ ഷഫിൾ ചെയ്തിട്ട് 3 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന്, മെയിൻ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഓൺലൈൻ സൈക്കോ ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഇത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഇദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ ഒരു സംഭവം, അതായത് കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് നേടുന്ന സംഭവം തുടങ്ങിയത്? ഈ 3 ചോദ്യങ്ങളാണ് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇദ്ദേഹം ഏതോ ഒരു കോണിൽ ഇരുന്നിട്ട് വീഡിയോസ് മുഴുവൻ കണ്ടിരുന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സൈക്കോ അല്ല. അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കിട്ടുന്ന ഫ്രീ ടൈമിൽ, ഈവൻ ഡ്രൈവിങ്ങിൽ പോലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും വീഡിയോസ് മാത്രം കാണുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. ആ മനുഷ്യന് TV പോലും ഇല്ല. അപ്പോൾ ആളുടെ ഫുൾ ടൈം ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു വീഡിയോ പകുതി കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ അങ്ങനെയാണ്. ഞാൻ മുഴുവനായിട്ട് ചിലപ്പോൾ വീഡിയോ കണ്ടില്ല, മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും, പിന്നെ അത് കാണില്ല. പക്ഷേ മോശമാണെങ്കിൽ പോലും ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിശകലനം ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വിഷ്ണു കുമ്പിടി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണെന്നുള്ളതാണ്. ഞാൻ സംസാരിച്ചിടത്തോളം എനിക്ക് മനസ്സിലായൊരു കാര്യം, അദ്ദേഹം യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
ഒരു നല്ലൊരു ബൈക്കറാണ്. ഈവൻ കല്യാണത്തിൻ്റെ തലേദിവസം പോലും ആക്സിഡൻ്റ് ആയിട്ട് ഞൊണ്ടിയിട്ടാണ് കല്യാണ പന്തലിലേക്ക് പോയത് എന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത്രയും ക്രേസാണ് ഈ ബൈക്ക് ട്രാവലിംഗ്. നമ്മളീ പറയുന്നത് പോലെ 4 വീൽസ് മൂവ് ദ ബോഡി, 2 വീൽസ് മൂവ് ദ സോൾ എന്ന് പറയുന്നത് പോലെ ബൈക്കറാണ് ആൾ. ഒരുപാട് ഇഷ്ടമാണ് ബൈക്കിംഗ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി, അതായത് കമൻറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയേണ്ടത്. അതിനുള്ളൊരു ഉത്തരം അത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലൊരു വീഡിയോ ഒരു എന്താ പറയുക, ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് എന്തോ അങ്ങനത്തെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു വീഡിയോ അദ്ദേഹം കണ്ടു. അതിലുണ്ടായ ഒരു ചെറിയ മിസ്റ്റേക്ക് ആൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ചെയ്തു. അതിന് ഒരുപാട് ലൈക്കുകൾ കിട്ടിയെന്നാണ് പറയുന്നത്. സോ അതുവഴിയാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന പേര് സക്സസ് ആയത്. പക്ഷേ ഇതേ സമയം വേറൊരു വീഡിയോയ്ക്കും ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി എന്താ ചെയ്തത്, അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അപ്പോൾ നിങ്ങളാണോ കുമ്പിടി എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അവിടെ നിന്നും ഈ കുമ്പിടി എന്ന് പറഞ്ഞ പേര് ആളിങ്ങോട്ട് എടുത്തു. അതിനുശേഷം ആളുടെ പ്രൊഫൈൽ നെയിം വിഷ്ണു കുമ്പിടി എന്നായി. അതാണ് അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് തെറിവിളികൾ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണവും ശരിക്കും ഞാൻ കാണുന്നത് വിഷ്ണു കുമ്പിടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ ഫ്രസ്ട്രേഷനാണ് തെറി വിളിച്ചുകൊണ്ട് അവർ തീർക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇവൻ ഇത്രത്തോളം ചെയ്തല്ലോ നന്നാവുന്നുണ്ട് എന്നൊരു കമൻ്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് തെറി വിളിക്കുക, പച്ച തെറി വിളിക്കുക. സോ അവർക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യുക, വെറുതെ 2 വരി മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്കും കിട്ടും ലൈക്കും ഫെയിമും എന്ന് തെളിയിച്ച് കൊടുത്ത ആളാണ് നമ്മുടെ വിഷ്ണു. സോ അതുവഴി ഒരുപാട് ആൾക്കാർ മാറുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം അദ്ദേഹം നോട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വീഡിയോസിൻ്റെ താഴത്തും തെറി വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ വിഷ്ണു കുമ്പിടിയെ ഫോളോ ചെയ്തിട്ട്, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, വിഷ്ണു കുമ്പിടിയെ ഫോളോ ചെയ്തിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇട്ട് തുടങ്ങി. സോ അതൊരു വലിയ മാറ്റമാണ്. നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ തെറിവിളികളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ഒരു മഹാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു കുമ്പിടി. അതിന് ഒരുപാട് നന്ദി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിഷ്ണു കുമ്പിടി ചെയ്യുന്നൊരു കാര്യം, ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. ബേപ്പൂർ സുൽത്താൻ്റെ തന്നെ 3-4 വീഡിയോസ് അദ്ദേഹം ഷെയർ ചെയ്തത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ്, ഒരുപാട് ബിഗിനേഴ്സിൻ്റെ വീഡിയോസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് വിഷ്ണു കുമ്പിടി. ഇപ്പോൾ ഏകദേശം നമ്മുടെ വിഷ്ണു കുമ്പിടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ താഴത്ത് ഞാനൊരു കമൻ്റ് ഇടാം. ആ കമൻറ്റിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിഷ്ണു കുമ്പിടിയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാനതിന് റിപ്ലൈ തരാം. വീഡിയോയിൽ ഞാനത് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഈ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്ത് പോകും. അപ്പോൾ പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും ശരി അത് അദ്ദേഹം പറഞ്ഞു തരും. എന്ത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വിഷ്ണു കുമ്പിടി തന്നെ താഴത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതിനുള്ളൊരു സോഴ്സും ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വിഷ്ണു കുമ്പിടിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിക്കുക. അതുവരെ